മോർണിംഗ് പ്രിയപ്പെട്ടവരെ, ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായി നമ്മൾ കണ്ടിട്ട് ചെറിയ പനിയൊക്കെ പിടിച്ചു. കേരളത്തിൽ മാത്രമല്ല പനിയുള്ളത്, ഇവിടെയൊക്കെ പനിയുണ്ട്. 2-3 ദിവസം കാണാതായപ്പോ എവിടെയാന്ന് വന്ന് കുറേ പേര് ചോദിച്ചു. എല്ലാവരുടെ സ്നേഹം, നിങ്ങളൊക്കെ എന്റെ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുമ്പോൾ എനിക്കുണ്ടാകും. സ്നേഹിക്കുന്നതിന്, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിന് നന്ദി. പിന്നെ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ പോക്കറ്റ് ഭരണഘടന എവിടെയാണ് വാങ്ങാൻ കിട്ടുക എന്നത്. EBC വെബ് സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയത്. 716 രൂപയായിരുന്നു വില. ഇന്ത്യക്ക് പുറത്തേക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ച കൊണ്ട് എനിക്കിത് ഇവിടെ കിട്ടി. ഈ ഭരണഘടന ശക്തമായ ജനാധിപത്യ ചിഹ്നമായി രാഹുൽ ഗാന്ധി മാറ്റിയപ്പോൾ നരേന്ദ്രമോദിക്ക് വിരളി പിടിച്ചിട്ടുണ്ട്. അതിനെ നേരിടാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ കുരുട്ടുബുദ്ധിയിൽ തോന്നിയത്, എന്നാൽ പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ജൂൺ 25 സംവിധാന ഹത്യാ ദിവസ്, ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാമെന്നാണ്. അപ്പൊ തന്നെ മറുപടി കിട്ടി മോദിക്ക്. എന്നാൽ പിന്നെ ജൂൺ 4 ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം മോദി മുക്തി ദിവസായി ആഘോഷിക്കാമെന്ന് ഇന്ത്യ മുന്നണി തീരുമാനിച്ചു. ഇതേ വഴിയുള്ള ഇവന്മാരോട് ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്നതൊന്നും ഇവന്മാരുടെ അടുത്ത് ചെലവാകാനേ പോകുന്നില്ല. ഒരു കരണത്തടിക്കാൻ വരുമ്പോ എന്ത് ചെയ്യണം? കൈ പിടിച്ച് വളച്ചങ്ങോട്ട് ഒടിച്ചിട്ട്, മോന്ത പിടിച്ചിട്ട്, ടാറിട്ട റോഡിൽ ഇങ്ങനെ ഉരച്ചിട്ട്, അല്ലെങ്കിൽ തേക്കാത്ത ചുമരിൽ പിടിച്ച് തേച്ചിട്ട്, ചാണകത്തിൽ മുക്കിയ ചൂരലെടുത്ത് തിരിച്ചു നിർത്തി 16 അടി വെച്ച് കൊടുത്ത് ഒടടാന്ന് പറയണം. അതല്ലാതെ ഒരിടത്ത് വഴിയില്ല അല്ലേ? എല്ലായിടത്തും ഇങ്ങനെ നെഗറ്റിവിറ്റിയാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നതല്ലേ. അങ്ങനെ മനസ്സ് മടുക്കുമ്പോൾ നമുക്കിപ്പോ പോയി നോക്കാൻ പറ്റിയ ഒരു പേജ് ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ പേജാണിത്. ഇന്നലെ അദ്ദേഹം ഇട്ട പോസ്റ്റ് നോക്കൂ. സ്മൃതി ഇറാനിയെ ആരും സൈബർ ബുള്ളിങ് ചെയ്യരുത് എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ജയവും തോൽവിയും ഒക്കെ സാധാരണമാണ്. സ്മൃതി ഇറാനിയോടോ മറ്റുള്ളവരോടോ അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിക്കുകയോ അശ്ലീലം പറയുകയോ ചെയ്യുന്നത് അവസാനിപ്പിക്കണം. ആളുകളെ നാണം കെടുത്തുന്നതും അപമാനിക്കുന്നതും നമ്മളുടെ ശക്തിയല്ല കാണിക്കുന്നത്, നമ്മളുടെ ദൗർബല്യത്തിന്റെ ലക്ഷണമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. സത്യത്തിൽ പോസിറ്റീവ് പൊളിറ്റിക്സ് നമ്മുടെ നാട്ടില് തിരിച്ചു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് രാഹുലിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു തുടക്കമാകട്ടെ. മനസ്സിൽ നന്മയുള്ള അന്തസ്സുള്ള മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി അപമാനിച്ച പോലെ ലോകത്ത് ഒരു പൊളിറ്റീഷ്യനും വേറൊരു പൊളിറ്റീഷ്യനെ അപമാനിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ടും പക വീട്ടണം എന്ന് കരുതാതെ, ഞാൻ അനുഭവിച്ച നീയും അനുഭവിക്കുക എന്ന് പറയാതെ, മനസ്സിൽ വിചാരിക്കാതെ അണികളെ അങ്ങനെയൊന്നും വിചാരിക്കാതെ അണികളെ പിന്തിരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴി വെട്ടുകയാണ്. വെറുപ്പിന്റെ അങ്ങാടിയിൽ അക്ഷരാർത്ഥത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പറഞ്ഞ് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സ്മൃതി ഇറാനി വിമർശനം ഞാൻ നിർത്താൻ പോകുന്നില്ല. പക്ഷെ അവരെ അപമാനിക്കാനും അശ്ലീലം പറയാനും അധിക്ഷേപിക്കാനും ഒന്നും ഞാനില്ല. പക്ഷെ അവർ രാഹുൽ ഗാന്ധിയോട് ചെയ്തത് സാന്ദർഭികാനുസരിച്ച് ഞാൻ പലപ്പോഴും തിരിച്ചൊക്കെ പറയും. അത് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? സത്യത്തിൽ സ്മൃതി ഇറാനി ചെയ്തതിന്റെ 1000-ലൊരു അംശം പോലും അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും അവർ തളർന്നു കഴിഞ്ഞു. ഇത്തവണയും രാഹുൽ ഗാന്ധിയെ മോദി കുട്ടി എന്ന് വിളിച്ച് പാർലമെന്റിൽ അപമാനിച്ചിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ എന്നത് രാഹുൽ ഗാന്ധി മറന്നാലും നമ്മൾ അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല. അങ്ങനല്ലേ വേണ്ടത്? ഇതോട് ചേർത്ത് പറയേണ്ട ഒരു രാഷ്ട്രീയ കാര്യമുണ്ട്. വിഴിഞ്ഞം പോർട്ടില് കപ്പൽ വന്നു. അതുമായി ബന്ധപ്പെട്ട് ആർക്കാണ് ഇതിന്റെ അവകാശം? ഉമ്മൻചാണ്ടിക്കാണോ പിണറായി വിജയനാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ ചൂട് പിടിച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. സത്യത്തിൽ നല്ല രീതിയിലുള്ള ആക്ഷേപമാണ് പരസ്പരം കെട്ടഴിച്ചുവിടുന്നത്. ഭരണപക്ഷത്തെ സൈബർ അണികൾ ഉമ്മൻചാണ്ടിയെ ആക്ഷേപിക്കുന്നു. പ്രതിപക്ഷത്തെ സൈബർ അണികൾ പിണറായി വിജയനെ വളരെ നീചമായി അപമാനിക്കുന്നു, ആക്ഷേപിക്കുന്നു. സത്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ മാന്യമായ പോസിറ്റീവ് രാഷ്ട്രീയം കേരളത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. 8 വർഷമായിട്ട് പിണറായി സർക്കാർ അധികാരത്തിൽ ഇരിക്കുകയാണ്. നമുക്കൊക്കെ ഉറപ്പാണ് ആ 8 കൊല്ലം ആ സർക്കാർ പണിയെടുത്തിട്ട് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. ഒരു സംശയവുമില്ല. എന്നാൽ ഉമ്മൻചാണ്ടിയും ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തള്ളിക്കളയേണ്ട കാര്യം എന്താണ്? എന്തിനാണ് ഉമ്മൻചാണ്ടിയുടെ പേര് പോലും ഇതിൽ വരാൻ പാടില്ല എന്ന് നമ്മൾ വാശി പിടിക്കുന്നത്? അതിനപ്പുറം കേന്ദ്രത്തിന്റെ അനുമതിയും ആശീർവാദവും ഒക്കെ ഉണ്ടെങ്കിലേ അദാനിയൊക്കെ വന്ന് ഇവിടെ പോർട്ട് ഏറ്റെടുത്ത് നടപ്പാക്കൂ എന്ന് നമുക്കറിയാം. അപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. കൂട്ടായൊരു പ്രയത്നമായിരുന്നു അപ്പൊ വിഴിഞ്ഞം തുറമുഖം. പിന്നെ വിഴിഞ്ഞം പോലൊരു വമ്പൻ പദ്ധതി വരുമ്പോ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പല ആശങ്കകൾ ഉണ്ടാവും, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവും, മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിനനുസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിലപ്പോൾ പുറകോട്ട് പോയിട്ടുണ്ടാകാം, സംശയിച്ചിട്ടുണ്ടാകാം, ഒന്ന് മാറി നിന്നിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ഇത്തരം ഒരു വമ്പൻ പദ്ധതിയിൽ പറഞ്ഞു വന്നത് കുറച്ച് പോസിറ്റീവായി വൈരാഗ്യം മാറ്റിവെച്ച് ചിന്തിച്ചാൽ ഉമ്മൻചാണ്ടിക്കും പിണറായി വിജയനും മോദിക്കും അദാനിക്കും ഒക്കെ ഈ പദ്ധതി യാഥാർത്ഥ്യമായതിൽ പങ്കുണ്ട്. 8 വർഷം തുടർച്ചയായി ഭരിച്ചതിനാൽ പിണറായി സർക്കാരിന് കുറച്ചധികം പങ്കുണ്ടാകും. കല്ലിട്ട് പോയാൽ ഒരു പദ്ധതിയും വരില്ല. പക്ഷെ കല്ലിടാനുള്ള ഇച്ഛാശക്തി ഉണ്ടായില്ലെങ്കിലും ഒരു പദ്ധതിയും വരില്ല.
ഇതല്ലേ അതിന്റെ യാഥാർത്ഥ്യം? എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വാർത്ത, അല്ലെങ്കിൽ പറയേണ്ട ഒരു വാർത്ത, ജസ്ന സലീം ആത്മഹത്യക്ക് ശ്രമിച്ച ആശുപത്രിയിലാണ് എന്നതാണ്. ജസ്നയെ നിങ്ങൾക്കൊക്കെ അറിയാം, കൃഷ്ണന്റെ പടം വരച്ചു വിൽക്കുന്ന മുസ്ലിം സ്ത്രീ. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ജസ്ന ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ജസ്ന നേരിടുന്നത് 3 തരം പ്രശ്നങ്ങളാണ്. ഒന്ന്, കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന കൃഷ്ണഭക്തയായ മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. 2, സംഘപരിവാർ നേതാക്കളുമായി, പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ അവർ നേരിടുന്ന പല വിധത്തിലുള്ള സാമൂഹിക ഭ്രഷ്ടുകൾ. ജസ്ന മുസ്ലിം ആയതുകൊണ്ട് സംഘികൾ അവളെ വളരെ സംശയത്തോടെ കാണുന്നു, വിമർശിക്കുന്നു, കുറ്റം പറയുന്നു. മുസ്ലിം സ്ത്രീ സംഘപരിവാർ നേതാക്കളുമായി അടുത്ത ബന്ധം വെക്കുന്നതുകൊണ്ട് മുസ്ലിങ്ങളും ബാക്കിയുള്ളവരും അതേപോലെ വളരെ സംശയത്തോടെ തന്നെ അവളെ കാണുന്നു, ആക്ഷേപിക്കുന്നു. 3ാമത്തെ കാരണമാണ് പ്രധാനപ്പെട്ടത്, വ്യക്തി ജീവിതത്തിലെ ചില പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമില്ലായ്മ. ഷനീത് കരുവാങ്കണ്ടി ക്യാപിറ്റൽ വിഷൻ 24/7 എന്ന യൂട്യൂബ് ചാനലിലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ജസ്ന വർഷങ്ങളായി നേരിടുന്നുണ്ട്, നമ്മളോട് നിരന്തരം പറയുന്നുണ്ട്. മുൻപൊരിക്കൽ നമ്മൾ തന്നെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. ആ വിഷയങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജസ്നയെ ഒരു അപശകുനം പോലെ പിന്തുടരുകയാണ്. ജസ്ന പലയിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട് താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന്, പീഡിപ്പിക്കപ്പെട്ടു എന്ന്. എന്നിട്ടും ജസ്നയെ ഹണി ട്രാപ്പുകാരിയാക്കിക്കൊണ്ടുള്ള വൻതോതിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നു വരുന്നത്. ജസ്ന കണ്ണന്റെ പടം വരയ്ക്കുന്നതിലും സംഘപരിവാറുമായി ബന്ധം വെക്കുന്നതിലും ഒക്കെ ജീവിക്കാൻ വേണ്ടിയും അന്നത്തെ അന്നത്തിന് വേണ്ടിയും മക്കളെ പോറ്റാൻ വേണ്ടിയും ഒക്കെയാണ് കണ്ണന്റെ പടം വരയ്ക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊക്കെ ആർക്കും അഭിപ്രായം പറയുകയോ ആരോഗ്യകരമായ ചർച്ചകൾ നടത്തുകയോ അവരോട് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ അതിനപ്പുറം ഒരു സ്ത്രീയെ ഒരു തെളിവുമില്ലാതെ ഹണി ട്രാപ്പുകാരിയാക്കുമ്പോൾ ആ സ്ത്രീക്ക് മുന്നിൽ ആത്മഹത്യ അല്ലാതെ മറ്റു വഴികളില്ല എന്നൊരു അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടിക്ക് മദ്രസയിൽ ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഇരിക്കുകയാണ്. എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം, സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാൺ എന്നാണ്, ഇവൻ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് ഇന്ന മെഡിസിൻ അല്ലേ കൊടുക്കുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ. ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന്റെ വീട്ടിലേക്ക് എന്നെ വിളിക്കുന്നത്. അവിടെ അവന്റെ വീട്ടിലേക്ക്, നടുവട്ടം ഭാഗത്ത് അവന്റെ വീട്ടിലേക്ക് ഇവൻ എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടറെ ബോർഡില്ല, ആൾക്കാർ പേഷ്യൻസ് ആരും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. അന്നപ്പോ പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരെയും വിളിക്കാറില്ല, കാരണം മാനസിക രോഗത്തിന്റെ ഡോക്ടറാണല്ലോ, വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വയലന്റ് ആവുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആവും. ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചേ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഇന്ന് തുറന്നു പറയുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. അങ്ങനെ അവിടുന്ന് മർദ്ദിക്കപ്പെട്ട് ഇവന് അന്ന് അവകാശപ്പെട്ടത് ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്, അത് പുറത്ത് വിടും, പുറത്ത് വിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത്. എന്റെ കുടുംബം നശിപ്പിച്ച് എന്നെ സമൂഹത്തിൽ ഇങ്ങനത്തോളാക്കി എടുക്കാൻ കാരണക്കാരനായത് ശരിക്കും ആ ഉസ്താദാണ്. ഉസ്താദ് മതഭ്രാന്ത് ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് എനിക്ക് എന്റെ കുടുംബത്തിന് ഈറ്റ ഗതി വന്നത്. മർദ്ദിച്ചതുള്ളോ ലൈംഗികമായി നിങ്ങളെ ദുരുപയോഗം ചെയ്തെന്നാണ്? തീർച്ചയായിട്ടും അങ്ങനെ എന്നെ കെട്ടിയിട്ടിട്ടാണ് മോന് ചെയ്തത്. അത്ര എനിക്കത് പറഞ്ഞു. എന്നിട്ട് എന്റെ ആ വിഷ്വലോ എന്റെ കയ്യിലുണ്ട്. അത് കാരണം എനിക്ക് അന്നും എന്നെ 10 പേരറിയും. ജസ്ന ഇയാൾക്കെതിരെ നൽകിയ പരാതികളിൽ ഒന്നും കൃത്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ജസ്ന മാത്രമല്ല, ഇയാൾക്കെതിരെയുള്ള പരാതിക്കാരി പല സ്ത്രീകളും ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ ജസ്ന ഉൾപ്പെടെ പലരും പീഡന പരാതി തന്നെ നൽകിയിട്ടുണ്ട്. ജസ്നയുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച കേസിൽ പോക്സോ കേസുണ്ട്. അതിനേക്കാളൊക്കെ വിചിത്രമായ സംഗതി, കുറെ പേർ ഇയാൾക്കെതിരെ പീഡന പരാതി നൽകുന്നു. ഇതിലൊക്കെ ഇയാൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. അതേസമയം ഇയാൾക്കെതിരെയുള്ള കേസുകൾ, മറ്റു കേസുകൾ പരിശോധിച്ചാൽ മറ്റു പല സ്ത്രീകൾ നൽകുന്ന പീഡന പരാതികളിൽ, വേറെ ചില സ്ത്രീകൾ നൽകുന്ന പീഡന പരാതികളിൽ ഇതേയാൾ മുഖ്യ സാക്ഷിയായിട്ട് വരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ നൽകുന്ന പരാതികൾ കൃത്യമായി അന്വേഷിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല? എന്തുകൊണ്ട് ആളുകൾക്ക് തെളിവുകൾ ഹാജരാക്കാൻ പറ്റുന്നില്ല? ജസ്നയുടെ പരാതിയിൽ ഒരു ക്ലാരിറ്റി കുറവും ഉള്ളതായി തോന്നില്ല. എന്നിട്ടും അയാൾ ശിക്ഷിക്കപ്പെടുന്നില്ല. പകരം ജസ്ന ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു, ആശുപത്രിയിലായിരിക്കുന്നു, വളരെ ഗുരുതരമായ അവസ്ഥയിൽ. ഇതിലെ വിചിത്രമായ സംഗതി, ഷനീത് കരുവാങ്കണ്ടി അവളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് അവൾ തന്നെ വീഡിയോയിൽ വന്ന് പറയുന്നു. അതേസമയം സുരേഷ് ഗോപിയുമായി അടുപ്പം എന്ന് പറഞ്ഞുകൊണ്ട് സംഘികൾ അവളെ കൂട്ടമായി ആക്രമിക്കുന്നു. മനുഷ്യരെ, അവളെ വെറുതെ വിടുക. എവിടെയെങ്കിലുമൊക്കെ ചിത്രം വരച്ചു മക്കളെ പോറ്റിയൊക്കെ അവൾ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കട്ടെ. അവൾ ആരെയും ഉപദ്രവിക്കാനൊന്നും വരുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. മനുഷ്യരെ, ജസ്നയും ഈ നാട്ടിൽ ജീവിച്ചുകൊട്ടെ. ജസ്നയുടെ വിഷയത്തെക്കുറിച്ച് അവളുടെ നാട്ടിലുള്ള ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓഡിയോ ആയിട്ട് ഇവിടെ വെക്കാം. വളരെ ക്രൂരമായ സൈബർ അറ്റാക്ക് നേരിട്ട് ഇന്നൊരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്.
ആ പെൺകുട്ടിയെ ചില ആളുകൾ ചിത്രീകരിക്കുന്നത് ഹണി ട്രാപ്പുകാരിയായിട്ടാണ്. അവള് പലർക്കെതിരെയും മുമ്പ് പോലീസിൽ പരാതിപ്പെട്ടു എന്നാണ് ഇവരുടെ ആക്ഷേപം. ഇനി ചില പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഈ പെൺകുട്ടി ഒരു 10 വർഷമായിട്ട് കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പലതവണ പലരും വളരെ മോശമായ രീതിയിൽ ഇവളോട് ബിഹേവ് ചെയ്തു എന്ന് ഇവൾ തന്നെ മുമ്പ് വെളിപ്പെടുത്തിയതാണ്. ഇത്തരം ഘട്ടത്തിൽ ഈ പെൺകുട്ടി പോലീസിൽ പരാതിപ്പെടുകയല്ലാതെ വേറെന്താ ചെയ്യേണ്ടത്? ഇനി അവൾ പീഡന കേസ് കൊടുത്തെന്ന് പറയുന്നത്, അവൾ കൊടുത്ത കേസിൽ ഒരേ ഒരു കേസിൽ മാത്രമാണ് 370 IPC 370 പീഡന കേസ് എന്ന് പറഞ്ഞ സാധനം കടന്നുകൂടിയിട്ടുള്ളൂ. ഒരു വ്യക്തിക്കെതിരെയാണ് അവൾ അത് കൊടുത്തത്. ഇതേ വ്യക്തി കോടതിയിലുണ്ടായിരുന്ന 1 or 2 പെൺകുട്ടികൾ കൊടുത്ത പീഡന കേസുകളിലെ സാക്ഷിയാണ്. അപ്പോൾ ഇത്രയുമേറെ പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന് പരാതി, മറ്റു പല പെൺകുട്ടികളും കൊടുത്ത പീഡന കേസിൽ ഇവൻ സാക്ഷി. അപ്പോൾ യഥാർത്ഥത്തിൽ ഹണി ട്രാപ്പുകാരൻ ആരാണ്? ഈ അറ്റാക്ക് നേരിടുന്ന പെൺകുട്ടിയാണോ അല്ലെങ്കിൽ ഈ കേസിലെ പ്രതിയാണോ? നിങ്ങളൊന്ന് അന്വേഷിക്കേ. പിന്നെ ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണെന്ന് കോടതി വിധിച്ചു എന്നാണ് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് അവർക്ക് ഈ പറഞ്ഞ നിയമസഹായമോ മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അതിലും അപ്പുറം ഈ പെൺകുട്ടി മാത്രമല്ല ഈ വ്യക്തിക്കെതിരെ പരാതി പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ അന്ന് 3ഉം 6ഉം വയസ്സുള്ള കൊച്ചു മക്കൾ ഈ വ്യക്തിക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട്. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കഥ അവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അത് പ്രോപ്പറായി രേഖപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കേസെടുത്തില്ല? ഏറ്റവും ഗുരുതരമായ പോക്സോ വകുപ്പ് ചേർക്കേണ്ടതിന് പകരം ഈ കേസിൽ ഏതൊക്കെ വകുപ്പുകളാണ് പോലീസ് ചേർത്തത്? ഇതുമായി ബന്ധപ്പെട്ടും ഈ പെൺകുട്ടി SP ഓഫീസിൽ പോയി പരാതിപ്പെട്ടിട്ടുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ 2019 പോലീസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി തന്നെ ഒരു വാർത്താ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് കൃത്യമായി അന്വേഷിക്കാതെ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടാൻ സാധ്യതയുണ്ടോ? അങ്ങനെയല്ലേ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടാതായിപ്പോയത്? പോട്ടെ, ഈ പ്രതി മറ്റെന്തെല്ലാം കേസുകളിൽ പ്രതിയാണ്. സാമ്പത്തിക തട്ടിപ്പായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹണി ട്രാപ്പ് കേസിൽ കാസർഗോഡ് പോലീസ് ഈ പ്രതിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി പരാതിപ്പെടുന്നേരം അവൾ ഹണി ട്രാപ്പുകാരിയാവുക, അവളെ വളഞ്ഞിട്ട് ആക്രമിക്കുക. വിവാഹ ദൂർത്തുകളാണ് എല്ലായിടത്തുമുള്ള വാർത്ത. ഇപ്പൊ അംബാനിയുടെ കല്യാണം നടക്കുകയാണ്. അത് കണ്ടുമടുത്തിരിക്കുന്നത് നമുക്ക് സ്ത്രീധനത്തിന്റെ പേരിൽ എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ വരുന്നു. വിവാഹം ബന്ധങ്ങൾ തകരുന്നു, വിവാഹം നടത്തിയ കടം പെരുകി മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്നു, നാട് വിട്ടുപോകുന്നു. പെൺമക്കളുള്ളവർ ഇവരെ എങ്ങനെയാണ് സ്ത്രീധനം നൽകി കെട്ടിക്കുക എന്നോർത്ത് ആദിയോടെ ജീവിക്കുന്നു. ആ കാലത്ത് പ്രചരിപ്പിക്കേണ്ട ഒരു കല്യാണം നടന്നു. അട്ടപ്പാടിയിൽ അധ്യാപക ദമ്പതികളായ ഗോപാലകൃഷ്ണനും വിജയലക്ഷ്മിയും ചേർന്നുണ്ടാക്കിയ സാരംഗ് എന്നൊരു ലോകമുണ്ട്. നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടാവും, നിങ്ങളിൽ പലരും അവിടെ പോയിട്ടുണ്ടാകും. സ്കൂളില്ലാത്ത ബദൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ പ്രത്യേകതരം ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം അവർ അവരുടെ മക്കളെയും വേറെ കുറെ മക്കളെയും അവിടെ ചേർത്ത് നിർത്തി വളർത്തി. ആ രീതിയോടൊക്കെ യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഒക്കെ ഉണ്ടാകും പല കാരണങ്ങൾ കൊണ്ട്. എന്നാൽ അവിടെ വളർന്ന കുട്ടികളൊക്കെ സ്വന്തം കാലിൽ നിന്നു അവർ സ്വയം പര്യാപ്തരായി. വർഷങ്ങൾ കഴിഞ്ഞു. 40 കൊല്ലം മുമ്പത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. സാരംഗിലെ കുഞ്ഞുങ്ങൾ വളർന്നു, അവരുടെ വിവാഹകാലമായി. അവർ ഒട്ടും ആഡംബരമില്ലാതെ ദുർച്ചെലവില്ലാതെ കല്യാണം കഴിക്കുന്ന മാതൃകാ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നിങ്ങൾ അതൊക്കെ കണ്ടോ? കണ്ടില്ലെങ്കിൽ കാണണം. സത്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് അവിടെ നടക്കുന്ന വിവാഹങ്ങൾ. ഈ ജനാധിപത്യ രാജ്യത്ത് 70 വർഷം മാത്രം പഴക്കമുള്ള പ്രത്യേക വിവാഹ നിയമം 1984 പ്രകാരം ഉണ്ണിയാർച്ചയും വിഷ്ണുജിത്തും വിവാഹിതരാകുന്ന ശുഭമുഹൂർത്തം കഴിയുന്നത്ര ലളിതമായിരിക്കണം. മനപ്രയാസമോ മനസംഘർഷമോ ഉണ്ടാകരുത്, കടബാധ്യത ഉണ്ടാകരുത്. ക്ഷണിച്ചതല്ലേ, പോകുന്നതെങ്ങനെ പോകാതിരിക്കുന്നതെങ്ങനെ എന്ന ദുരവസ്ഥയിലേക്ക് ആരെയും എത്തിക്കരുത്. ഗതാഗത കുരുക്കുണ്ടാകത്തക്ക വിധം വാഹനപ്രവാഹം ഉണ്ടാകാൻ ഇടയാക്കരുത്. ഇങ്ങനെ ചില നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് കല്യാണം പൊടിപൊടിച്ചു. ലാളിത്യമാണ് ശരിക്ക് സാരംഗിന്റെ മുഖമുദ്ര. അവരുടെ കുറേ പാചക വീഡിയോകളുണ്ട്, ഞാൻ ഇരുന്ന് കാണും. കുറെ പച്ച മനുഷ്യർ യാതൊരു ജാടയും ഇല്ലാതെ അവിടെ ജീവിക്കുന്നു. ഇടയ്ക്ക് ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിക്കണം. എങ്കിലേ നമ്മളും മനുഷ്യരാണ് എന്ന് ഇടയ്ക്ക് നമുക്കും ബോധം വരും. നമുക്ക് ഇവരോട് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. അവർ പുതിയൊരു ജീവിത രീതി, പുതിയൊരു ലോകം നമുക്ക് മുന്നിൽ തുറന്നിടുന്നു. കുറേ വാർത്തകൾ ഇനിയും പറയാനുണ്ട്. ബാക്കി നാളെയാകാം. നാളെ എല്ലാവരെയും വീണ്ടും കാണാം പ്രിയപ്പെട്ടവരെ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.